ഗൈസ്, ഇന്നലെ ഒരു ത്രില്ലർ പടം കണ്ടു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഒരു എന്താ പറയുക, നമുക്ക് മറ്റേ സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു സിനിമ കണ്ടു. 11 എന്നാണ് സിനിമേൻ്റെ പേര്. 11 ഇല്ലേ, 11 അതാണ് സംഭവം. 11 ഡയറക്റ്റഡ് ബൈ ലോകേഷ് AJLS അജിൽസ്, അങ്ങനെ തോന്നുന്നു. ലോകേഷ് എന്നാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര്. പുള്ളി തന്നെയാണ് ഈ പടത്തെ എഴുതിയിരിക്കുന്നത്. ഡി മാൻ്റെ മ്യൂസിക്കാണ്. സിനിമാറ്റോഗ്രാഫി ബൈ കാർത്തിക് അശോകൻ. എഡിറ്റഡ് ബൈ ശ്രീകാന്ത് NB. മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന മച്ചാന്റെ പേര് നവീൻ ചന്ദ്ര എന്നാണ്. എനിക്ക് ഈ പടത്തിൽ ആകെ കൂടി അറിയാവുന്നത് 2 പേരാണ്. ഒന്ന് ആടുകളം നരനും, പിന്നെ ഒന്ന് അഭിരാമിയും. ഇവർ 2 പേരെ മാത്രമേ എനിക്ക് സിനിമ അറിയുള്ളൂ. ബാക്കി അഭിനയിച്ചിരിക്കുന്നവരൊക്കെ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. തമിഴ് സിനിമയാണ്. എടേ, സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കേസ് വിടും. ഞാൻ പലതരത്തിലുള്ള ത്രില്ലർ ജോണർ പടങ്ങൾ കാണുന്ന ഒരാളാണ്. എനിക്ക് ത്രില്ലർ ജോണർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈക്കോ ത്രില്ലറോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഇങ്ങനെ പല വേരിയൻസിലുള്ള പടങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഒറ്റ ഇരിപ്പിന് ഇങ്ങനെ കണ്ടിരിക്കണ ടൈപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനത്തെ സിനിമകൾ എത്ര വന്നാലും ഇരുന്ന് കാണാനുള്ള ഒരു മൈൻഡ് എനിക്കുണ്ട്. 5-ാം പാതിരയ്ക്കും രാക്ഷസനും, രാക്ഷസനായത് തുടങ്ങി. രാക്ഷസനും 5-ാം പാതിരയ്ക്കും ശേഷം ഒരു കിടിലൻ വില്ലന്റെ ഒരു കഥ, വില്ലന്റെ ഒരു കിടിലൻ ഫ്ലാഷ് ബാക്ക് കാണിച്ച ഒരു സിനിമയാണ് ഇതെന്ന് ഞാൻ പറയും. എന്ത് എഴുത്തായിരുന്നു അത്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഒരു വില്ലൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. ഇതാണെന്നൊക്കെ പറയുന്നു. അവിടെയൊക്കെ പോയി നായകൻ ഇൻവെസ്റ്റിഗേഷന് പോകുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് ഒരു ഒന്നുമില്ലാതെ പോകുന്നു. സെക്കൻഡ് ഹാഫ് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി വരും. മറ്റേ രാക്ഷസനിലെ ക്രിസ്റ്റഫറിന് വേണ്ടിയും 5-ാം പാതിരയിലെ ബെഞ്ചമിൻ ലൂയിസിന് വേണ്ടിയും നിന്നതുപോലെ നമ്മളെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പേഴ്സണലി വില്ലന്റെ സൈഡ് നിൽക്കുന്നു. എനിക്ക് തോന്നിപ്പോ എല്ലാത്തിനും എല്ലാത്തിനും തീർക്കുന്നതെന്ന് തോന്നി. അങ്ങനെ ഒരു സാധനം അത് 5-ാം പാതിരയ്ക്ക് ശേഷം ഇപ്പോഴാണ് നമുക്ക് അത്ര ഒരു കണക്ഷൻ വരുന്ന ഒരു സംഭവം വന്നിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടു നോക്കുക. അതത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്നോ ടോൺ എന്താണെന്നോ എവിടെ എന്ത് സംഭവിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ ഒരു എന്താ പറയുക, ബഡ്ജറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് തോന്നുന്നു ഇത്ര ചെറിയൊരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇത്ര കിടിലൻ ഒരു സ്റ്റോറി. അത് നായകൻ ഒന്നുമില്ലെങ്കിലും ടുവേർഡ്സ് ദ ക്ലൈമാക്സ് പുള്ളീൻ്റെ അഭിനയം വേറെ ലെവലാണ്. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഡി മാൻ്റെ മ്യൂസിക് വലിയ കുണയൊന്നുമില്ല. അത് സത്യസന്ധമായിട്ട് പറയണമല്ലോ. അതായത് പടത്തിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടെങ്കിലും എനിക്ക് ഡയറക്ഷൻ ബൈസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. മ്യൂസിക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതിലെ ഒരു മെയിൻ ലീഡ് ചെയ്ത ഒരു നായികയുണ്ട്. എൻ്റെ ദൈവമേ, പുള്ളിക്കാരി പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു മാറ്റവും സംഭവിക്കില്ല. വേറെ ആരെങ്കിലും റീപ്ലേസ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. എന്തിനായിരുന്നു ആ കുണച്ച ലവ് ട്രാക്ക്? അവിടെ ഒരു കുറെ കുണച്ച മ്യൂസിക്കും ആ ഒരു മ്യൂസിക് സംഭവങ്ങൾ, മ്യൂസിക് പരിപാടികൾ, പിന്നെ ഈ നായികേന്റെ കുറെ കുറച്ച സീൻസ് ഉണ്ട്. അതൊക്കെ എടുത്ത് വെട്ടിയൊക്കെ കളയേണ്ടതാണ്. പക്ഷെ പടം കിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിരാമിന്റെ ക്യാരക്ടറിന് നല്ല രീതിക്ക് ചെയ്യാനുള്ള കുറെ സാധനങ്ങളുണ്ട്. ആടുകളം നരന് സീനിയർ പോലീസ് ഓഫീസർ 2-3 സീൻസിൽ എന്തേ ഉള്ളൂ. ഞാൻ പറയുന്നത് എനിക്ക് 2 പേര് മാത്രമേ അറിയുള്ളൂ. മെയിൻ ലീഡ് എന്ന് വെച്ചാൽ ടുവേർഡ്സ് എൻ്റെ കിടിലമാണ്. ആൻഡ് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേ എനിക്ക് തോന്നി എന്ന് വെച്ചാൽ പടം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നാൽ പൊളിയായിരിക്കും. പക്ഷെ അവരിങ്ങനെ ആക്കൂല. അതെന്തായാലും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാനാണ് ഈ സിനിമ എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അങ്ങനെ കൊണ്ടുവച്ചേനെ എന്ന് തോന്നിയ സമയത്ത് ആ ഒരു മൊമെന്റത്തിൽ ആ ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ച സാധനം സ്ക്രീനിൽ വന്നു. അത് മറ്റേ പടം അരമണിക്കൂറായപ്പോ പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ച സാധനമൊന്നുമല്ല കേട്ടോ. ഓൺ സ്പോട്ട് സാധനമായിരുന്നു. ഇനി ഞാനാണ് ഈ സിനിമ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ ചെയ്തേനെ എന്ന് ഞാൻ പറഞ്ഞു വരുന്നിടത്തായിരുന്നു ആ ഒരു സംഭവം. ഒരു കിണ്ണ സാധനമുണ്ട്. ഞാൻ ആദ്യം ഹൈപ്പൊന്നും കൂട്ടുള്ള തിയേറ്ററിൽ കാണാൻ പറ്റാത്തത് നല്ല വിഷമം എനിക്കുണ്ട്. തിയേറ്ററിൽ ഞാൻ അറിഞ്ഞതുപോലും ഇങ്ങനെയുള്ള സിനിമ ഉള്ള കാര്യം. എൻ്റെ 2 ഫ്രണ്ട്സ്, കോളേജിലുള്ള 2 ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയെ കുറിച്ച് അറിയുന്നത് തന്നെ. പിന്നെ തപ്പിപ്പിടിച്ചിരുന്ന് കാണുമായിരുന്നു. കിട്ടിലൻ കിണ്ണം കാച്ചി ത്രില്ലർ പടം. തിയേറ്ററിൽ പോയതിന് പൈസ വസൂലിന് ഞാൻ എടുത്തു വെച്ച് പറഞ്ഞേ. ബട്ട് കിടിലൻ കിക്കിടിലൻ പോളി സാധനം. അത് ഇങ്ങനെയാണ് ഇത്ര കിടിലുമായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്.
നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തും. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഫോർ വില്ലൻ, അത് നമ്മൾ കുറേ കൊണച്ച ബാക്ക് സ്റ്റോറിയൊക്കെ കണ്ട് ഇതായത് കൊണ്ട് ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നൈസ് കണക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പടം സ്വിച്ചിട്ട പോലെയാണെങ്കിൽ കയറിപ്പോയത്. അതൊക്കെ പോലത്തെ സിനിമകളൊക്കെ ഇപ്പൊ കേരള ക്രൈം ഫയൽസ് അതിന്റെ സ്ക്രീൻ പ്ലേ നല്ല അടിപൊളി തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ അവർ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്, ശരിയാണ്. ബട്ട് ദിസ് വാസ് എന്താ പറയാ എക്സെപ്ഷണൽ എന്ന് വേണം പറയാൻ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടു നോക്കുക, പ്രൈമിലാണ് ഉള്ളത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയുക എങ്ങനെയുണ്ടെന്ന്. സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.